പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് തീനാള രൂപത്തിൽ വന്നു എന്ന് പറയുന്നു, അഗ്നിസ്തംഭമായി മാറിയെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ ശിഷ്യന്മാരിൽ ആവസിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെന്തക്കോസ്ത ദിനത്തിൽ നടന്നതായിട്ട് അറിയാം. പക്ഷെ എന്തിനാണ് നടന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അതിനകത്തൊരു വലിയ രഹസ്യം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊരു കൂട്ടായ്മയായിട്ട് മാറി. അതായത് ഒരു പെസഹ കൂട്ടായ്മയായിട്ട് ശിഷ്യന്മാർ മാറി എന്നുള്ളതാണ് പെന്തക്കോസ്ത ദിനത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. നമ്മളപ്പോൾ പഴയ നിയമത്തിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ബാബേൽ അവർ ദൈവമില്ലാതെ വലിയൊരു പട്ടണം പണിയുവാനായിട്ട് ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു. എന്നാൽ ഇവിടെ പല ഭാഷ സംസാരിക്കുമ്പോഴും അവരെല്ലാവരും എല്ലാവരുടെയും ഭാഷയിൽ കേൾക്കുന്നതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെസഹ കൂട്ടായ്മയിലേക്ക് മാറ്റപ്പെട്ടു. ഇതാണ് വലിയ രഹസ്യം. മാത്രമല്ല, ഈ കൂട്ടായ്മയാണ് ഈശോ വാഗ്ദാനം ചെയ്തതും. ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കാൻ ആരംഭിച്ചപ്പോഴും ആഗ്രഹിച്ചപ്പോഴും സ്വർഗത്തിൽ ഇനി നവമായി പാനം ചെയ്യും വരെയും, നിങ്ങളോടൊത്ത് നവമായി പാനം ചെയ്യും വരെയും എന്നൊക്കെ പറയുമ്പോൾ ഈ പെസഹ കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഈ അനുഭവം ശിഷ്യന്മാർക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. പക്ഷേ ശിഷ്യന്മാരുടെ ഇടയിൽ പരിശുദ്ധ കന്യകാമറിയം ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് പരിശുദ്ധ മറിയത്തിൻ്റെ റോൾ അവിടെ? ഒരു വലിയ റോളുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. അതായത് അവർ സെഹിയോ മാളികയിൽ ഒരുമിച്ച് കൂടാൻ ഇടയാക്കിയത് പരിശുദ്ധ അമ്മയാണ്. ആ ഒരുമിച്ച് കൂടിയവരെയാണ് കൂട്ടായ്മയാക്കി, എക്ലേസിയാക്കി, പെസഹ കൂട്ടായ്മയാക്കി പരിശുദ്ധാത്മാവ് മാറ്റിയത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട റോളിന് അതിൻ്റെ തുടക്കം വരുന്നത് പരിശുദ്ധ അമ്മയിലാണ്. ഇതാണ് പെന്തക്കോസ്തയുടെ വലിയ രഹസ്യം.